സാറേ 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 പോവില്ലേ സാറേ സാറേ ഒന്ന് നിക്ക്. സാറേ സാറേ നിക്ക് സാറേ, അമ്മ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ തേങ്ങ കൊല. എന്റെ അമ്മ പെരുവഴിയിലാക്കിയോളാ ഇപ്പൊ എന്റെ കരണത്തടിച്ചേ. ഇനി അവക്ക് വേണ്ടി ആരെങ്കിലും എന്റെ അടുത്തൊരു അക്ഷരം മിണ്ടിയാ ശാരദാമേ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുവാ ഞാൻ. ഓപ്പ് സാറേ വല്യേച്ചി, വല്യേച്ചി എന്ത് പണിയായി കാണിച്ചേ? എന്ത് കണ്ടിട്ടുള്ള അഹങ്കാരം എടി നിനക്ക്? സാറ് ഇറങ്ങിപ്പോയി. അതിന് ഞാനും അയാളുടെ പിന്നാലെ രാത്രി ഇറങ്ങി പോണോ? അതോ അയാള് പറഞ്ഞ പോലെ ജീവിച്ച് കാണിക്കണോ? ഷാരി ഞാൻ എന്ന് പറയാണ്ടിരിക്കോ. ഷാരി അമ്മേ, അമ്മേ, വല്യേച്ചി നീ വാ പെണ്ണേ, അവക്ക് ഭ്രാന്ത. അമ്മേ. ഈശ്വര, കുടിക്കേ. ഇതിപ്പോ എന്ത് ജോലിയാന്നാ കമലം പറഞ്ഞേ? ഈ കൂപ്പിലെ പണിയല്ലേ, അപ്പൊ പിന്നെ മരം മുറിക്കലും ലോഡിംഗ് ഒക്കെ ആവും. ഇവിടെ ചെയ്തിരുന്നത് അതൊക്കെ തന്നെയല്ലേ. ഡ്രൈവിംഗ് ജോലിയൊന്നും കിട്ടില്ലേ വിഷ്ണുട്ടാ? അതിനൊക്കെ അവിടെ ആളുണ്ടാവും. ഇത് തന്നെ ഹാജിയാരോട് പറഞ്ഞു നോക്കാന്നാ കമലം പറഞ്ഞേ. പിന്നെ ആ ഹാജിയാർക്ക് എന്നെ പരിചയമില്ലല്ലോ. ജോലി കിട്ടിയാൽ തന്നെ നിലമ്പൂരല്ലേ? നിലമ്പൂരെങ്കിൽ നിലമ്പൂർ പോയേ പറ്റൂ. ജോലിയില്ലാതെ ഇങ്ങനെ വെറുതെ അലയുന്നതൊക്കെ ഭേദാണല്ലോ. ഇയാളെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലും ഇല്ലടോ. ഞാൻ അവിടെ ചെന്ന് ചുറ്റുപാടുകളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇതുപോലൊരു വീടെടുക്കാം. സ്വർഗം എങ്ങി സ്വർഗം, നരകം എങ്ങി നരകം. എന്തായാലും ഇനി മുതൽ നമ്മൾ ഒരുമിച്ചേ ഉള്ളൂ. ഇവിടെ നിന്ന് സത്യാമ്മയ്ക്ക് മുന്നിൽ ജയിച്ചു കാണിക്കുന്ന നമ്മള് അറിയാം, തോൽവിയാണ്. പക്ഷേ പത്രോച്ചായന്റെ മില്ലിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി വയ്യ. ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ അമ്മ എന്നോട് ചെയ്തത്. അമ്മയുടെ ഉള്ളില് എന്നോടുള്ള പക അമ്മയേക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. ഞാൻ എവിടെയെങ്കിലും വേരുറപ്പിച്ചു തുടങ്ങിയെന്ന് തോന്നിയ അപ്പ തന്നെ പറിച്ചറിയാൻ തയ്യാറായി നിൽക്കുക അമ്മ. അതില് അമ്മയ്ക്കൊരു ഹരം തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ മോനോട് ഇത് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള കുറ്റബോധം.
രണ്ടായാലും ഇനി അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ? പിന്നെ ഇതൊരു തോൽവിയായിട്ടൊന്നും കാണണ്ട. ഒരല്പകാലം വിട്ടു നിന്നാലും വിഷ്ണു ശാലിനി ഇവിടേക്ക് തന്നെ മടങ്ങി വരും. ഇന്ദുമതി അമ്മയും വിജലയൊക്കെ ഒരു സഹായമായിരുന്നു. എടോ, ഓരോ ദിവസവും ഇങ്ങനെ ജീവിതം മാറില്ലടോ. ഇന്നലെ നമ്മൾ സഹായിച്ചവരും വിശ്വസിച്ചവരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടോ? അതുപോലെ ഇന്ന് നമ്മൾ സഹായിക്കുന്നവരും വിശ്വസിക്കുന്നവരും നാളെ ഉണ്ടാവണമെന്നില്ല. അതുപോലെ അവിടെ വേറൊരു ഇന്ദുമതിയമ്മയും വിജിലിയും വരും. ആശാനെ, എടാ 10 മണിക്കെല്ലാം ആചാര്യ കാണണമെന്ന് പറഞ്ഞേ. സമയം ഇപ്പൊ അതൊക്കെ കഴിഞ്ഞല്ലോ. ഓ, വരുന്ന വഴിയിൽ ഒരു സംഭവം ഉണ്ടായിച്ചാനെ. ആ മിനി വാനിൽ മൊബൈൽ റെസ്റ്റോറന്റ് നടത്തുന്ന ഒരു ഷാജഹാനെയും ഷാജിദയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആശാനോട്? അവരാ മൊബൈൽ റെസ്റ്റോറന്റ് പൂട്ടി. അയ്യോ, കച്ചവടം നഷ്ടത്തിലായത് കൊണ്ടൊന്നുമല്ല, ആ ഷാജഹാന് ക്യാൻസറാ. ചികിത്സയ്ക്ക് നല്ല തുക ചെലവാകുന്നുണ്ട്, കൂട്ടത്തിൽ പിള്ളേരുടെ പഠിപ്പും. റെസ്റ്റോറന്റ് നോക്കണോ, ഷാജഹാനെ നോക്കണോ, അതോ പിള്ളേരെ നോക്കണോ എന്നുള്ളതാ ഷാജിദയുടെ പ്രശ്നം. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. പിന്നെ ബ്ലേഡിൽ നിന്ന് പണം കൊടുത്താ ഈ വാനും ഹോട്ടൽ സാമഗ്രികളും മേടിച്ചതേ. പലിശപ്പണം ചോദിച്ചുകൊണ്ട് ഗുണ്ടകളുടെ ഭീഷണി. ആ ഷാജഹാനും ഷാജിദയും അവരുടെ കാല് പിടിച്ച് കരയുന്ന കണ്ടിട്ട് സഹിച്ചില്ല ആശാനെ. അയാളൊരു രോഗിയാണെന്നെങ്കിലും കരുതണ്ടേ? ആരാ ഷാജഹാൻ പലിശയ്ക്ക് പണം വാങ്ങി? ടീം നമ്മുടേത് തന്നെയാ, സത്യമയുടെ ആൾക്കാരാ. നമ്മൾക്ക് പരിചയമുള്ളവരൊന്നല്ല ആശാനെ. പക്ഷെ ആശാന്റെ കൂടെ നടന്നിരുന്നുകൊണ്ട് എന്നെ അവർക്കറിയാം. ആശാന്റെ പേര് പറഞ്ഞ് ഞാനൊന്ന് വരട്ടിയപ്പോ അവര് സ്ഥലം വിട്ടു. പക്ഷേ പ്രശ്നം അവിടെയും തീരുന്നില്ലല്ലോ. നാളെ വേറെ ആൾക്കാരെ വരും. അവര് നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യണമെന്നില്ല. കൊട്ടേഷൻ ആണല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ മെയിൻ ഹോബി. 1 ലക്ഷം രൂപ കിട്ടിയ ആ വണ്ടി കൊടുത്ത് സത്യമ്മയുടെ കടം തീർക്കാമെന്നാ ഷാജഹാൻ പറയുന്നത്. വണ്ടിയുടെയും ഹോട്ടലിലെ സാധന സാമഗ്രികളുടെയും മതിപ്പ് വില അതിനേക്കാൾ മേലെയാ. പക്ഷെ ഷാജഹാൻ കഷ്ടത്തിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും വാങ്ങാൻ മുന്നോട്ട് വരുന്നില്ല. വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടോ കച്ചവടം നഷ്ടമായതുകൊണ്ടോ അല്ല, അത്യാവശ്യക്കാരനായതുകൊണ്ട് ഷാജഹാൻ വില ഇനിയും കുറയ്ക്കുമെന്നാ അവരുടെ പ്രതീക്ഷ. 25,000 കിട്ടിയ വാങ്ങാമെന്നൊക്കെയാ ഓരോ തെണ്ടികൾ പറയുന്നത് അവിടെ. കമ്മീഷനൊന്നും പ്രതീക്ഷിക്കാതെ അവരുടെ കണ്ണീര് കണ്ട് ഞാൻ പലരെയും സമീപിച്ചതാ. 25,000 കിട്ടിയിട്ട് അവർക്ക് എന്താവാനാ? വീണ്ടും 75,000 സത്യാമ്മയ്ക്ക് കടം. അതിനും മീതെ വിലയുള്ള വണ്ടി സാധനങ്ങൾ കൊടുക്കുകയും വേണം. ഷാജഹാന്റെ ചികിത്സയും പിള്ളേരുടെ പഠിത്തമൊക്കെ പിന്നെ എന്തെടുത്ത് നടത്താനാ? സഹി കെട്ടിട്ടെന്ന് ഷാജഹാൻ പറയാം. 25,000 25,000 കൊടുത്തേക്കാമെന്ന്. അത് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോ പിള്ളേരെയും കൂട്ടി കൂട്ടാത്മഹത്യ ചെയ്യുന്നേക്കാൾ ഭേദമില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും നിന്ന് കരയുന്നു. ആ കുഞ്ഞുങ്ങളെയും കൂടി കണ്ടപ്പോ ചങ്ക് പറഞ്ഞു പോയി ആശാനെ. അത് പോട്ടെ, ആശാൻ വാ. ആ ഹാജിയാരെ കണ്ടിട്ട് വേണം 25,000 കക്ഷിയും കൊണ്ട് ഷാജഹാന്റെയും ഷാജിദയുടെയും അടുത്തേക്ക് പോവാൻ വേണ്ടി. വിഷ്ണുട്ടാ, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. ഞാൻ ഹാജിയാരെ കണ്ടിട്ട് വന്നിട്ട് പോവാം. ഹാജിയാരെ കാണുന്നതൊക്കെ പിന്നെ. നമുക്ക് ആദ്യം കാണേണ്ടത് ഷാജഹാനെയും ഷാജിദയെയാ. അവർക്ക് കൊടുക്ക. വിവരങ്ങളെല്ലാം കമലം പറഞ്ഞു. ഇക്ക ഈ റെസ്റ്റോറന്റ് വിൽക്കാൻ പോവാണെന്ന്. വിൽക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഇത്രയും നാളും എന്റെ കുടുംബം പട്ടിണിയില്ലാതെ നോക്കിയത് ഈ വണ്ടിയാ.
പട്ടിണിയാണെങ്കിലും കുഴപ്പമില്ല, മനസമാധാനമാണല്ലോ പ്രധാനം. പെണ്ണും കുട്ടികളുമായിട്ട് ജീവിക്കുമ്പോൾ ഗുണ്ടകൾ നിരന്തരം കടയിലും വീട്ടിലും ഒക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. മാസാമാസം പണം ഞാൻ പലിശ സഹിതം തിരിച്ചടച്ചുകൊണ്ടിരുന്നതാ. എനിക്ക് അസുഖം വന്നേ പിന്നെയാ അടവ് മുടങ്ങി തുടങ്ങിയത്. കീമോയ്ക്ക് ഉള്ള ചെലവറിയാമല്ലോ. 1-2 മാസം മുമ്പ് വരെ അടവ് മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. കമലനാ പണം പിരിക്കാൻ വന്നുകൊണ്ടിരുന്നത്. കമലൻ എന്റെ അവസ്ഥ അറിയാം. പണം എടുക്കാനില്ല എന്ന് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കമലൻ പൊയ്ക്കോളും. സത്യാമ്മയ്ക്കൊരു മോനുണ്ട്. മനസാക്ഷിയുള്ള ആളാന്നാ കമലൻ പറയുന്നത്. വിഷ്ണു ആശാന്റെ അടുത്ത് കാര്യം പറഞ്ഞ് കുറച്ച് സാവകാശവും ചികിത്സയ്ക്ക് കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞിരിക്കുമ്പോഴാ അതുണ്ടായത്. സത്യാമ്മയുടെ മോൻ അവരുമായിട്ട് ഉടക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്ര. കമലിനടക്കം മനസാക്ഷിയുള്ളവരൊക്കെ സത്യാമ്മയുടെ അടുത്തൊന്ന് പിരിഞ്ഞു. ഇപ്പൊ ഡെന്നിന്ന് പേരുള്ളൊരു തലതെറിച്ചവനാ പണം പിരിക്കാൻ വരുന്നത്. ഇരുമ്പ് ഡെന്നി. ഓ, വൃത്തിയിട്ടവനാണോ? ഞങ്ങളുടെ എല്ലാ അവസ്ഥയും അവനറിയാം. എന്നിട്ട് ചോര കുടിക്കാൻ നിൽക്കുക അവൻ. വില പറയാൻ വരുന്നവര് എന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് വില കുറച്ചുകൊണ്ടിരിക്കുക. ന്യായമായൊരു വിലയ്ക്ക് ഇതാരും എടുക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവനും. ഇന്നും കൂടി അവൻ എനിക്ക് അവധി തന്നിരിക്കുന്നത്. ഇന്നും കൂടി പലിശപ്പണം കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ റെസ്റ്റോറന്റ് സത്യാമ്മയ്ക്ക് തീരെഴുതി കൊടുക്കണമെന്നാ അവന്റെ കൽപ്പന. അല്ല, അപ്പൊ ഇത്ര കാലം അടച്ച പലിശ പണോ? ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഇത് കൊടുത്താലും തീരത്തില്ല സത്യാമ്മയ്ക്കുള്ള ബാധ്യത. ഇതൊരു 20,000 തികയത്തുള്ളെന്നാ അവൻ പറയുന്നേ. വണ്ടി എടുത്താലും 80,000 ബാധ്യത പിന്നെയും കിടക്കുക, പലിശ അടക്കം. എന്റെ ചികിത്സയും കുട്ടികളുടെ പഠിപ്പും വേണ്ടെന്ന് വെച്ചാലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? 1000 രൂപ കൂടുതൽ തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത്രേ ആയല്ലോ എന്ന് കരുതിയാ ഞാൻ കമലിനോട് ഒരാളെ നോക്കാൻ പറഞ്ഞത്. ആരുമില്ല അല്ലേ? അപ്പോ ഇത് അവന് തന്നെ കൊടുക്കേണ്ടി വരും. എനിക്കറിയാം അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. സത്യാമ്മയുടെ അടുത്ത് നല്ല വെള്ളം ചമഞ്ഞു നിന്നിട്ട് ചുളുവിലി റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് അവൻ ഏറ്റെടുക്കാനുള്ള പരിപാടിയാ. അത് ന്യായമല്ലല്ലിക്ക. ഈ റെസ്റ്റോറന്റ് വെറുതെ തരാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? കട എടുത്ത പണം പലിശ സഹിതം തന്നു വീട്ടിക്കോളാന്ന് പറഞ്ഞൂടെ? പറയായിരുന്നു സാറേ. ഗുണ്ടകള് വന്ന് എന്റെ പെണ്ണിന്റെ മാനത്തിനൂടെ വില പറയുമ്പോ ഞാൻ എങ്ങനെ നെഞ്ചും വിരിച്ചെന്ന് സംസാരിക്കാനാ? എന്റെ കുട്ടികൾ കേട്ടോണ്ടിരിക്കുകയല്ലേ? അവരുടെ ഉമ്മയല്ലേ ഇത്? ഷാജഹാനിക്ക, നിങ്ങൾ ഈ റെസ്റ്റോറന്റ് സത്യാമ്മയ്ക്കോ ഡെന്നിക്കോ കൊടുക്കുന്നില്ല. ഈ റെസ്റ്റോറന്റ് ഞങ്ങൾ വാങ്ങും. ഞാനും വിഷ്ണുവേട്ടനും. ഒരു 25,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. 25,000 അല്ല, 1,00,000. വണ്ടിയിലെ പാത്രങ്ങൾക്കും ഹോട്ടൽ ഉപകരണങ്ങൾക്കും വേറൊരു വില കണക്കുകൂട്ടി മാസാമാസം വരുമാനം നിലയ്ക്കാത്ത രീതിയിൽ ഒരു തുക തരും. സത്യമാണോ ഈ പറയുന്നേ? സത്യാമ്മയുടെ അടുത്തുള്ള കടബാധ്യത തീർക്കണ്ടേ? ഷാജിദയ്ക്കും മക്കൾക്കും മാനമായിട്ട് ജീവിക്കണ്ടേ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ?
ഷാജഹാനിക്കയുടെ ചികിത്സ നടത്തണ്ടേ? നിങ്ങളുടെ കുടുംബവും കഴിഞ്ഞു പോകണ്ടേ? പണം ഇന്ന് തന്നെ കിട്ടുമോ? അല്ലെങ്കിൽ പണം ഇന്ന് തന്നെ നിങ്ങളുടെ കൈകളിലെത്തും ഷാജഹാനിക്ക. ധൈര്യമായിട്ടിരിക്കെ. അല്ലാ അൽഹംദുലില്ലാ, മോളെ പടച്ചവൻ കാക്കും. പോയി പണമായിട്ട് വരാം. ആ. പോവാം വിഷ്ണുട്ടാ. എടോ എടോ അത് എങ്ങനെ നടക്കുന്നു? വിഷ്ണുട്ടൻ വാ, പറയാം. അപ്പോ ശരിക്ക, ഞങ്ങള് വിളിക്കാം. ഓ കമല, ആ. ഒന്ന് നിന്നേ. ആരാ അവര്? സത്യാമ്മയുടെ മകൻ വിഷ്ണുവിനെ പറ്റി ഞാൻ പറയാറുണ്ടായിരുന്നില്ലേ? ആ അതെ, ആ വിഷ്ണു അത്. ഒപ്പം നടന്നു പോകുന്നത് വിഷ്ണുവാശന്റെ ഭാര്യ ശാലിനി. ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടിയാ ആശാൻ സത്യഭാമയുടെ വീട് ഉപേക്ഷിച്ചിറങ്ങിയത്. ആ കുട്ടിക്ക് വേണ്ടിയാണെങ്കിൽ സത്യാമ്മയുടെ വീടല്ല, ഒരു രാജ്യം തന്നെ ഉപേക്ഷിക്കാം കമല. അത്രയും നല്ല മനസ്സുള്ള ആ കുട്ടിയുടെ ഒപ്പം ജീവിക്കുന്ന ആ മോനും ആ പുണ്യത്തിന്റെ ഒരു പങ്ക് കിട്ടും. പടച്ചോൻ അവർക്ക് നല്ലത് മാത്രമേ കൊടുക്കൂ. സത്യാമ്മയേക്കാൾ ഉയരത്തിലെത്തും രണ്ടാളും. അപ്പോ ഞാനെന്നാ നടക്കട്ടെ. ഓ ശരി. ഓ ശാലിനി, എടോ ഇയാൾ എന്തെങ്കിലും ഒന്ന് പറ. എടോ നമ്മൾ എങ്ങനെയാ ഷാജഹാന്റെ മൊബൈൽ റെസ്റ്റോറന്റ് ഏറ്റെടുക്കുക? എവിടുന്ന് അതിനുള്ള പണം? അതിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട് വിഷ്ണുവേട്ടാ. നമ്മുടെ കയ്യിലോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? എടോ ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നേ? എടോ ശാലിനി കുഞ്ഞിന് പാല് മേടിക്കാൻ പണമില്ലാത്തപ്പോ പോലും തൊട്ടിട്ടില്ല നമ്മളിത്. അതെ, ഈ മാലയായിട്ട് മനസ്സുകൊണ്ട് വല്ലാത്തൊരടുപ്പമുണ്ടായിരുന്നു. അമ്മയുടെ അമ്മ അമ്മയുടെ കല്യാണ സമയത്ത് അമ്മയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തതാ. അമ്മ ഇത് കല്യാണ സമയത്ത് എനിക്ക് തന്നു. താലിമാല ആയതുകൊണ്ട് ഒരിക്കലും പിരിയേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വേണ്ട, പിരിയണ്ട, ഞാൻ സമ്മതിക്കില്ലതിന്. എടോ അതിനുള്ള അത്യാവശ്യം ഒന്നുമില്ല നമുക്ക്. വിഷ്ണുട്ട, ഇയാള് തിരിച്ചിട്ടെ. വിഷ്ണുട്ട, നോക്ക്, നമ്മൾ മാത്രമല്ല ഈ ലോകത്തുള്ളത്. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അവർക്ക് അവരുടെ ജീവിതവും സങ്കടങ്ങളും ഒക്കെയുണ്ട്. എല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. ഈ മാല പണയം വെച്ച് ഷാജഹാന് ഷാജിദി സഹായിക്കാൻ വേണ്ടിട്ട് ആ മൊബൈൽ റെസ്റ്റോറന്റ് വാങ്ങാന്നാണോ ഇയാൾ പറഞ്ഞു വരുന്നേ? സഹായിക്കാൻ വേണ്ടി മാത്രമല്ല വിഷ്ണുവേട്ടാ, അതിലും നമ്മുടെ ഒരു സ്വാർത്ഥതയുണ്ട്. വിഷ്ണുവേട്ടന് ഇപ്പോൾ ഒരു ജോലിയില്ല. ഈ നാട്ടിലെവിടെയും ഒരു ജോലി കിട്ടുമെന്ന് വിഷ്ണുവേട്ടന് പ്രതീക്ഷയുമില്ല. കിട്ടിയാൽ തന്നെ വിഷ്ണുവേട്ടന്റെ അമ്മ അത് നഷ്ടപ്പെടുത്തും. ഇപ്പൊ ജോലി അന്വേഷിച്ച് ദൂരേക്ക് പോവാ. കിട്ടിയാൽ തന്നെ പുതിയ നാട്,
പുതിയ ആൾക്കാര്, പുതിയ സാഹചര്യങ്ങള്. അതുമായിട്ട് വിഷ്ണുവേട്ടൻ മാത്രമല്ല, ഞാനും മോളും എല്ലാരും ഇണങ്ങി വരണം. ഒരിക്കൽ സുസ്മിത എന്നെ വെല്ലുവിളിച്ചതുപോലെ ശരിക്കുള്ള വനവാസം അവിടെ തുടങ്ങും. ദേ, ഈ മണ്ണിൽ തന്നെ കാലുറപ്പിച്ചു നിന്ന് അമ്മയേക്കാൾ മിടുക്കനാകുമെന്ന വിഷ്ണുവേട്ടന്റെ വാക്ക് അത് തെറ്റും. അമ്മയടക്കമുള്ളവര് വിഷ്ണുവേട്ടനെ പരിഹസിച്ച് ചിരിക്കും. എന്റെ വിഷ്ണുവേട്ടൻ തോക്കുന്നത് എനിക്കിഷ്ടമല്ല.